സദ്യകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി എടുക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കാം. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. എന്നിട്ട് അതൊന്ന് അലിഞ്ഞ് വരുമ്പോഴേക്ക് അത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിനുള്ളിലേക്ക് ചേർക്കാനായിട്ട് എടുക്കാം. ഇത് തയ്യാറാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ ഇതിനകത്ത് കൊച്ചുള്ളി ചേർക്കുന്നവരുണ്ട്, ചിലർ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ ചേർത്തിട്ട് എടുക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഈ ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വറുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് വറുത്ത് കോരാം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിനുള്ളിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ വറുത്ത് കോരിയെടുക്കാം. പച്ചമുളക് ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിലെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇനി ഞാൻ ഈ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയെല്ലാം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും. കാരണം ആ കട്ടയായിട്ട് കിടക്കാതെ നമുക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നേരത്തെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെ പൊടിയും കൊണ്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ പൊടികളെല്ലാം ആഡ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ ഇഞ്ചി ചേർത്ത് കൊടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചൂട് പിടിച്ച് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരല്പം ഉലുവാപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരല്പം കായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുളിവെള്ളം, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയും അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എരിവും അതുപോലെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം മധുരം ചേർക്കണം. ചിലർ പഞ്ചസാര ചേർത്ത് കാണാറുണ്ട്, ചിലർ ശർക്കര ചേർത്ത് കാണാറുണ്ട്. ശർക്കര ചേർക്കുക എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വാങ്ങിച്ച് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഓരോ ശർക്കരക്കത്തിൽ എങ്ങനെയാണ് അഴുക്കുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യം. മണ്ണൊക്കെ ഉണ്ടാവുമെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ചേർത്ത് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ഓരോരുത്തർക്ക് പരുവത്തിനനുസരിച്ചിട്ട് അത് പറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നനവൊന്നും ഇല്ലാത്ത ഒരു നല്ല പാത്രത്തിലോ ഒരു ടിന്നിലോ അടച്ച് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബീട്രൂട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ടിനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം വറ്റി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒരല്പം തേങ്ങയിൽ ജീരകവും കടുകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. കടുക് ഒരുപാടങ്ങ് അരയേണ്ട. തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് മാത്രം ഇച്ചിരി കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കടുക് സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങയും ജീരകവും മാത്രം അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് അതൊന്ന് ഇളക്കി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അതിനൊപ്പം കടുക് ചതച്ചയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഒരുപാട് ലൂസായിട്ട് വേണം. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇനി അതിനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചിലർക്ക് മുഴുവനായിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയത്തിനൊന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സദ്യ ആയിക്കോട്ടെ, അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ഒരു കറിയായിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. മിക്കവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും ചിലപ്പോൾ ഇത്. ഇനി അറിയാൻ വയ്യാത്തവർ അല്ലെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സദ്യയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പച്ചടിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുത്തിപ്പിടിച്ചെടുത്താലും മതി. 2-3 കൊച്ചുള്ളി എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് 2 കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങയ്ക്ക് അതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കാം. ഒരല്പം ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരല്പം കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അരയ്ക്കേണ്ട കടുക്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കടുക് പൊട്ടിച്ച് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്താലും മതി. ക്യാരറ്റും കൊച്ചുള്ളിയും പച്ചമുളകും അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ആദ്യമേ വേവിക്കാനായിട്ട് വെക്കണം. നമ്മൾ ചേർത്ത വെള്ളമെല്ലാം വറ്റി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ജീരകമൊക്കെ അരച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒന്നുകിൽ നേരത്തെ തന്നെ ഈ തേങ്ങയുടെ ഒപ്പം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരല്പം കടുക് പൊട്ടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകിൻ്റെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തൈര് അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല കുറച്ചും കൂടെ ലൂസായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും വറ്റൽമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിനുള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധിക സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയൊക്കെ മിക്കവാറും എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പച്ചടി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെണ്ടയ്ക്ക എടുത്തിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒന്നുകിൽ കടുക് വറുത്തിട്ട് ഈ വെണ്ടയ്ക്കായ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിവിടെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിനകത്തിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വെണ്ടയ്ക്ക നമ്മൾ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകി അതിന് വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കിളുകളൊക്കെ മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതിലൊന്ന് ചൊങ്ങി നമുക്ക് വരും. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയിൽ ജീരകപ്പൊടിയോ ഇട്ട് വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നുകിൽ ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെണ്ടയ്ക്ക് മൂപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് കടുക് ഒന്നുകിൽ സെപ്പറേറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അവിയലിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. അവിയലിൽ നമുക്ക് ഒരുവിധം എല്ലാ പച്ചക്കറികളും ചേർക്കാം. എന്നാലും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ കഴിവതും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒന്ന് വെള്ളമയം പോലെ ആവും. അപ്പോൾ അത് ചേർക്കാതിരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പുളിക്ക് ആവശ്യത്തിനായിട്ട് നമുക്ക് ഒന്നുകിൽ തക്കാളിയോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ അതും അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ ഒരു പച്ചത്തക്കാളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയിലേക്ക് പച്ചമുളക്, കൊച്ചുള്ളി, അതുപോലെ തന്നെ
മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, 1-2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ അതിനകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ അരപ്പിൽ മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ചേർക്കാവുള്ളൂ. ഒരു വിസിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഗ്യാസിലൊന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ടൊരു ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവിയുടെ ബാക്ക് സൈഡ് കൊണ്ടോ ആ പിടി വരുന്ന ഭാഗം കൊണ്ടോ നമുക്ക് കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് നന്നായിട്ട് ആ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തിലേക്ക് പച്ച വെളിച്ചെണ്ണയും ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. കോവയ്ക്ക നമുക്ക് വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. പഴുത്ത കോവയ്ക്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പച്ചയായിട്ടുള്ളത് എടുക്കാം. കോവയ്ക്ക നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ നമുക്ക് 1-1.5 സവാളയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കാനായിട്ട് എടുക്കാം. ആദ്യമേ നമുക്ക് ഈ കോവയ്ക്കയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകാതെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയൊന്ന് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട, ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടെ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വേവിക്കാനായിട്ട് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം സവാളയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ മഞ്ഞ കളറിൽ കിടക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എരിവിനനുസരിച്ചുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷായത്. ഓണത്തിനാണെങ്കിലും അതല്ല രാവിലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷായത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓലൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വൻപയറും കുമ്പളങ്ങയുമാണ് വേണ്ടത്. നമുക്ക് വൻപയർ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ആദ്യമേ വൻപയർ ഒന്ന് വേവിച്ച് വെക്കാം. വൻപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അല്പം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട. ഇനി കുമ്പളങ്ങ ആവശ്യത്തിന് എരിക്കുള്ള പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകണ്ട. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്ക് നമുക്ക് അതെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിനുള്ളിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇളക്കിയെടുക്കാം. പയറ് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് സമയം എടുക്കുകയുള്ളൂ. പയറ് നമ്മൾ തലയിൽ നിന്ന് കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഓലൻ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. സദ്യയ്ക്ക് കറികൾ വിളമ്പുമ്പോൾ അതിലൊഴിച്ചു കൂട്ടാൻ പറ്റാത്ത കൂട്ടുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് കടലയാണ്, പിന്നെ കായ, അതുപോലെ തന്നെ ചേന. കടല നമുക്കൊന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു കായയാണ്, അതേ അളവിൽ തന്നെ ചേനയും എടുത്തിട്ടുണ്ട്. ഇനി ഈ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനൊപ്പം തന്നെ നമുക്ക് കടലയും കൂടെ ചേർക്കാം. ഈ കടല വേവിക്കാനായിട്ട് എടുത്ത വെള്ളം തന്നെ ഇത് വേവിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അല്പം തേങ്ങയ്ക്കകത്തിലേക്ക്
ഒരല്പം ജീരകം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്കിതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു 3-4 സ്പൂൺ മാത്രമാണ് ഇങ്ങനെ ചതച്ച് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇതിനകത്തിലേക്ക് ഇനിയും തേങ്ങ വറുത്ത് ചേർക്കണം. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ നേരത്തിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ബാക്കി തേങ്ങയും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇനി ഈ തേങ്ങ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് അല്പം കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനായിട്ട് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഷ്ണം വേവിക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിക്കുള്ള കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുരുമുളകിൻ്റെയൊക്കെ എരി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിനുള്ളിലേക്ക് അല്പം ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ശർക്കര ആ മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചീക്കി ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാനിയാക്കിയിട്ട് അതൊഴിച്ച് കൊടുക്കാം അരിച്ചിട്ട്. ഇനി നമ്മൾ ഈ വറുത്ത തേങ്ങ നേരത്തെ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള കൂട്ടിനകത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഈ ഒരു കൂട്ടിനകത്ത് നന്നായിട്ട് പുരണ്ട് കിടക്കണം. അതിനകത്തിൽ നമുക്ക് ബാക്കി വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിനുള്ളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മുമ്പേ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് ചേർന്ന് കിട്ടണം. ശർക്കര ഓരോരുത്തർക്ക് ആ എരിവ് അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനുള്ള കണക്കിനനുസരിച്ചിട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. കടല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കാന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. സദ്യയിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറി തന്നെയാണ് ഈ കൂട്ടുകറി. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ഈ ഓണത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് വൻപയറും അതുപോലെ തന്നെ മത്തങ്ങ എടുക്കാം. വൻപയർ തലേന്ന് തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. മത്തങ്ങ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. വൻപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ട് നമുക്ക് അല്പം ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. പയർ വെന്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് മത്തങ്ങ കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി മത്തങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്ക് നമുക്കൊരു തവി വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിനകത്തിലേക്ക് ചേർക്കാനുള്ള അരിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, 1-2 അല്ലി വെളുത്തുള്ളി, നമുക്കിനിയും മുളക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടിനകത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ താളിച്ച് ഇതിനകത്തിലേക്ക് ചേർത്ത് എടുക്കാം. ചെറുപയർ പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഈ പരിപ്പ് തയ്യാറാക്കാനായിട്ട് വേണ്ട ചെറുപയറിൻ്റെ അലക് നമുക്കൊന്നുകിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചെറുപയർ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറി കിട്ടും. നമുക്കത് മുറത്തിലോ എന്തെങ്കിലും ഇട്ടൊന്ന് പാറ്റി എടുത്തു കഴിഞ്ഞാൽ ആ തൊലിയെല്ലാം നമുക്കത് മാറി കിട്ടും. നേരത്തെ കുറച്ചെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാം. പരിപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊരു കുക്കറിനകത്തിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇതിനുള്ളിലേക്ക് 1-2 കൊച്ചുള്ളി മതി, അതും കൂടെ നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതിനുള്ളിലേക്ക് അല്പം തേങ്ങ, അതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചത് പേസ്റ്റ് പോലെ അരച്ചതും കൂടെ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനുള്ളിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അല്പം കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിനുള്ളിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടെടുത്താലും മതി. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ചെറുപയറിൻ്റെ അലക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്കിതുപോലെ പെട്ടെന്ന് പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് എടുക്കാം.
രസം നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. അതിൽ ഒരു രീതി ഇങ്ങനെ നോക്കാം. ആദ്യമേ നമുക്കൊരു 5-6 കൊച്ചുള്ളി എടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കാം. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. രസത്തിൽ പുളിക്കായിട്ട് പിഴുപുളി മാത്രം എടുക്കുന്നവരുണ്ട്, കൊച്ചുള്ളി മാത്രം എടുക്കുന്നവരുണ്ട്, കൊച്ചുള്ളിയും പിഴുപുളിയും കൂടെ എടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പിഴുപുളി ഇച്ചിരി വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്. രണ്ടും ചേർക്കുന്നുണ്ട്. രസം തയ്യാറാക്കാനായിട്ട് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്കിതിനുള്ളിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടി ചൂടാക്കാനായിട്ട് എടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചേർത്താൽ മതി. അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഇടാം, അല്ലെങ്കിൽ മുളക് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടിയെല്ലാം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയും കുരുമുളകും ഒക്കെ ഒന്ന് ചതച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ല പൊടിയാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് ഇച്ചിരി കൂട്ടിയെടുത്താലും മതിയാകും. ആദ്യമേ പുളിവെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അധികം വെള്ളം ചേർക്കാതെ നമുക്ക് ഇത്രയൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് ആ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ വെള്ളം തിളയ്ക്കണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. രസത്തിന് മല്ലിയില ചേർത്താലാണ് ഒന്നും കൂടെ സ്വാദ് കൂടുതലാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മോരുകറി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. മോരുകറി തയ്യാറാക്കാനുള്ളതിൻ്റെ ഒരു റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് തൈര് എടുക്കാം. തൈരിനകത്തിലേക്ക് പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചെറിയ ജാറിൻ്റെ ഒരു പകുതി വരെ തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി ഉരുളിയോ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മൂന്നും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് കൊച്ചുള്ളിയും വട്ടത്തിലരിഞ്ഞതും പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വേണമെങ്കിലും ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത് തിളയ്ക്കുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. സദ്യ കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പച്ചമോരുണ്ട് അവസാനത്തെ ഒരു വിഭവമായിട്ട്. അപ്പോൾ ആ ഒരു പച്ചമോരിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തൈരെടുക്കാം. തൈരെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൊച്ചുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പില ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് നമുക്ക് തൈരിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് എടുക്കുന്നതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വെള്ളം അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നേർപ്പിച്ചെടുക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ട് അതിനകത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമോര് റെഡിയായി. ഇത് നന്നായിട്ട് നമ്മൾ ചതച്ച് ചേർക്കുന്നതിന് ചിലപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് ചേർത്താലും മതി. പക്ഷേ എന്നാലും ഈ ചതച്ച് ചേർക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് നമ്മൾ അരിഞ്ഞ് ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം കഴിവതും ചതച്ച് തന്നെ ഇത്രയും ചേർക്കാനായിട്ട് നോക്കുക. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ കറിക്കും കുറച്ച് അരിയാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ടൈം എടുക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പച്ചമോര്.